ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ ദയാര ബുഗിയാൽ ട്രാവൽ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ജനുവരി 20 തിങ്കളാഴ്ച രാവിലെ 8 മണിയാവുന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇന്നാണ് നമ്മുടെ സമിറ്റ് ഡേ. ദയാര ബുഗിയാലിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ ഇന്നാണ് പോകുന്നത്. ആൻഡ് ഹാപ്പിയസ്റ്റ് തിങ് ഈസ് ഭയങ്കര ക്ലൗഡിയാണ്. സോ ഗൈഡൊക്കെ പറയുന്ന പ്രകാരം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് സ്നോഫോളും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ആ ഒരു ഗംഗോത്രി റേഞ്ചിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നിന്ന് അതേ ക്യാമ്പ് സൈറ്റാണ്. ഇവിടുത്തെ ഈ ഏരിയയിൽ സോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോൾ നമ്മളങ്ങ് ആ ഒരു ഏരിയയിലോട്ട് കയറിയിട്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ദയാര ബുഗിയാലിൻ്റെ സമ്മിറ്റും അതിനുശേഷം ഇന്ന് തന്നെ തിരിച്ച് നമ്മൾ ദയാര ബുഗിയാലിൻ്റെ ടോപ്പിൽ പോകുന്നു. തിരിച്ച് വന്നിട്ട് ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നാളെ രാവിലെയാണ് ഇവിടുന്ന് തിരിച്ച് നാറ്റിനിലേക്ക് പോകുന്നത്, അതുവഴി ഡെറാഡൂണിലേക്കും. അപ്പം ഈ ഒരു ദയാര ബുഗിയാലിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുള്ളത്. ഫുൾ സ്നോ ആണ് കേട്ടോ പോകുന്ന വഴിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്നോഫോളും കാര്യങ്ങളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. അപ്പോൾ എന്തായാലും ദയാര ബുഗിയാലിൻ്റെ സമ്മിറ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചെറിയ കുറച്ച് സണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിത് കാലിൽ ക്രാംപോൺസും ഗേറ്റേഴ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട് എന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമുക്ക് നമ്മുടെ കാലിലോട്ട് ഇടാനായിട്ട് ഗേറ്റേഴ്സും മറ്റേൻ്റെ പേര് ഞാൻ പറഞ്ഞ സ്പൈക്സും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ യാ. ആൻഡ് ഇവിടെ ആൾക്കാരൊക്കെ റെഡിയായി മുകളിലോട്ട് പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരാണ് കണ്ടില്ല, എല്ലാവരും കാലിലൊക്കെ സെറ്റൊക്കെ ആക്കിയിട്ടിരിക്കുന്നുണ്ട്. ചലോ ചലോ. गुड मॉर्निंग एवरीवन. गुड मॉर्निंग. नाश्ता नहीं किया किसी ने? गुड मॉर्निंग. भाई आवाज करो, आवाज, जोश लाओ जोश. कैंप साइट को पता चलना चाहिए भाई, सर्चिंग सोल के बंदे हैं, ठीक है? അപ്പോൾ ട്രെക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. സ്നോയിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം കയറി വന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ് ഇന്നത്തെ ഹൈക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ദേ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ സ്നോയുടെ ബാക്കിയാണ്. സ്പൈക്സ് ഇട്ടേക്കുന്നുണ്ട്. പാറയിൽ ചവിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് വരും. സ്നോയിൽ സീനില്ല, സെറ്റാണ്. അപ്പോൾ ദേ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ സ്നോ ഉണ്ടാവും. अभी चलो. അപ്പോൾ ഹിമാലയൻ ട്രക്സ് ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ കൂടെ എപ്പോഴും ഇതിനൊക്കെ ഒരു ഡോഗ് ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ അക്കമ്പനി ചെയ്ത് മുകളിൽ വരും, താഴെ പോവും, ആൾക്കാരൊക്കെ കൊടുക്കുന്ന ഫുഡ് എന്തെങ്കിലും കഴിക്കും. ഇപ്പോൾ നൈസിന് എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇതിൽ കയറി വരുന്നു. ഇനിയിപ്പം ഈ ഒരു വഴി കൂടെ വേണം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ കേട്ടോ. അത് ഇവിടെ നിന്നൊക്കെ വെള്ളം വലിച്ചിറങ്ങി വന്നിട്ടത് ഐസായി. വാ. അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന ട്രയൽസിലൊക്കെ സ്നോ കണ്ടു തുടങ്ങിട്ടോ. ഇവിടെ എല്ലാം സ്നോയാണ്. താഴെയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നോയൊക്കെ ഓൾമോസ്റ്റ് ബ്ലാക്ക് ഐസായി മാറിയിട്ടുണ്ട്. ആൻഡ് വാക്കിംഗ് ഫുൾ സ്നോ.
ഇത് കണ്ടില്ലേ, ഫുള്ള് സ്നോ പിടിച്ച വഴിയിലൂടെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശബാഷ് ശബാഷ്. ഐസൊക്കെ വാരി എറിയുന്നുണ്ടോ അവന്മാർ. ഓ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ? ഫുൾ ഗംഗോത്രി റേഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. സൂപ്പർ. കുറച്ച് ക്ലൗഡിയാണ് ഈ സ്ഥലമൊക്കെ നോക്കെ, ഫുൾ സ്നോ. അവിടെ കണ്ടില്ലേ കുറച്ച് എന്താ കുളമോ എന്താണ് കണക്ക്. ഇവിടെ കുറച്ചൊരു ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് കൊണ്ടായിരുന്നു കേട്ടോ മുകളിൽ. ഞാൻ കണ്ടില്ലേ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം വേണ്ടായിരുന്നു. ഉരുൾ പൊട്ടി കണക്കതേ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഇപ്പം ഇപ്പുറത്തേക്ക് വന്നത്. ഇവിടെ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ട, വലിയൊരു ഏരിയ അങ്ങനെ ഉരുൾ പൊട്ടി അങ്ങ് പോയി. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ ആണ് നടന്നു വന്നത്. ഇനിയിപ്പം നമുക്ക് ദേ ഇങ്ങനെ അങ്ങനെ ഫൈനലി നമ്മളിത് ദയാര ബുഗിയാലിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. സൂപ്പർ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം മെഡോയാണ്. ഇവിടെ ഒരു ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, എൻ്റെ ഹിന്ദിയിൽ बुगिया गरीबड़ियों का फंडार, जीवन रक्षा का आधार, यही है पृथ्वी का श्रृंगार, इसी न जाने दो बिखार. ശുഭാഷ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ദയാര ബുഗിയാൽ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതേ കണ്ട എൻ്റയർ ഗംഗോത്രി റേഞ്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി താഴെ നിന്ന് കയറി വന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ദയാര ബുഗിയാൽ മെഡോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ ഇത് റെസ്റ്റ് പോയിൻ്റാണ് ആക്ച്വലി. ഇവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ബുഗിയാലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ബുഗിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡോസ് ആണ് ആക്ച്വലി. അപ്പോൾ മെഡോസ് പറഞ്ഞാൽ നമുക്കറിയാം വാഗമണിലൊക്കെ കണ്ടിട്ടുള്ള അതേ സംഭവമാണ്. അപ്പോൾ കണ്ടില്ലേ, പൊളി, അടിപൊളി. അപ്പോൾ ഇതേ താഴെ അങ്ങ് ദൂരെ നമ്മൾ കയറുന്ന ഗുയി ക്യാമ്പ് സൈറ്റ് കാണാം. അതേ കണ്ട, ആ കാണുന്നതാണ് നമ്മുടെ ഗുയി ക്യാമ്പ് സൈറ്റ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു മല മൊത്തം കയറിയിട്ട് നമ്മളെ ഇവിടെ എത്തിയത്. ആൻഡ് സി അങ്ങനെ നമ്മൾ ദയാര ബുഗിയാലിലെത്തിയിട്ട് ഇനി നമ്മൾ ബുഗിയാലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എന്താ പറയുക, ഈ ഒരു മെഡോസിലൂടെ നമുക്ക് എങ്ങനെ എത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടന്നു പോയി. ഏകദേശം ഒരു 22 കിലോമീറ്റർ അങ്ങാണ്ട് പരന്ന് കിടക്കുന്ന ഒരു മെഡോയാണ്. അതിൽ നമുക്ക് പറ്റുന്നിടത്തോളം നടക്കാം, തിരിച്ചു വരാം, സ്നോ കാണാം, അതൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ നമ്മളതിൻ്റെ സമ്മിറ്റ് പോയിന്റിൽ നിന്നും മുകളിലോട്ട് നടക്കുകയാണ് കേട്ടോ. ഫുൾ സ്നോ. എന്നാ നമുക്ക് മോനെ മൊത്തം സ്നോ, ഒരു രക്ഷയില്ല. ദയാര ബുഗിയാൽ ഫുള്ള് സ്നോ കവേർഡായിട്ട് കിടക്കുകയാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ഫുള്ള് ആ ഒരു ഏരിയയിലോട്ട് നടന്നു പോകണം. കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഏരിയ, വേറെ ലെവൽ സംഭവം, ഫുൾ സ്നോ. നോക്കിക്കേ, അടിപൊളി, സെറ്റ് സെറ്റ്. അപ്പോൾ എത്ര വേണമെങ്കിലും ഈ ഒരു ബുഗിയാലിൽ കൂടെ നമുക്കിങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും കേട്ടോ, ആസ് ലോങ് ആസ് യു വിഷ്. പൊളി. അപ്പോൾ അതേ നമ്മുടെ ആൾക്കാർ ഇതേ കണ്ടില്ലേ എങ്ങനെ കയറി വരുവാണ് കേട്ടോ സ്നോയിൽ കൂടെ. ഇത് അങ്ങ് ദൂരെ അവിടെ നിന്നാണ് നമ്മൾ നടന്നു തുടങ്ങിയത്. ബാക്ക്ഗ്രൗണ്ടിൽ ഗംഗോത്രി റേഞ്ച് ഫുള്ള് കാണാൻ പറ്റും. കുറേ മൗണ്ടൻസ് ഉണ്ടല്ലോ, പല പല പേരുകളിലായിട്ട്. കാണാൻ തുടങ്ങിയൂടാ, എല്ലാം അറിയാം. അപ്പം നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കയറി വരുവാണ്. കുറച്ച് ദൂരം കൂടി മുകളിലോട്ട് പോകാനുള്ളൂ. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പിലെത്തും. ഇതൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടോ. ആൻഡ്
അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ സ്നോയിൽ കൂടെ കയറി കയറി പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടാ അടിപൊളി മന, ഒരു രക്ഷയില്ല. കിട്ടില്ല വിൻ്റർ ട്രക്ക്. ഒരു സ്നോഫോളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. സെറ്റേ. ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നു ഒരു സ്നോഫോള്. അപ്പോൾ നമ്മളിപ്പം കറണ്ടിൽ നിൽക്കുന്നത് ദയാര ബുഗിയാലിൻ്റെ ഒരു ടോപ്പിൻ്റെ മുകളിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഗംഗോത്രി റേഞ്ച് നമുക്ക് കാണാം. കറണ്ടിൽ നമ്മളത് 3600 മീറ്റർ ഉയരത്തിലാണ്, ഏകദേശം 12,000 ഫീറ്റ് ഉയരത്തിലുള്ള ദയാര ബുഗിയാൽ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൽഫൈൻ മെഡോസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് തേക്കടില്ലേ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതേ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നടന്ന് കയറി അങ്ങോട്ട് പോവാം. അവിടെ എല്ലാം ഉണ്ട്. ഒരു ടോപ്പിൻ്റെ മുകളിലെത്തുമ്പോൾ നമുക്ക് അടുത്ത ടോപ്പ് കാണും. അങ്ങനെ കയറി പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇത് ആക്ച്വലി ഒരു ഫിക്സഡ് ടോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം ദയാര ബുഗിയാൽ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഏത് ടോപ്പ് കയറിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ ആണ്. ഇത് ആ ഒരു സൈഡിലും അത്യാവശ്യം മൗണ്ടൻസ് ഒക്കെ ഉണ്ട്, ഈ ഒരു സൈഡിലും അത്യാവശ്യം മൗണ്ടൻസ് ഒക്കെ കാണും. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പം കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പതുക്കെ താഴോട്ട് പോയിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ ഗുയി ക്യാമ്പ് സൈറ്റിലോട്ട് പോകും. ഗുയി ക്യാമ്പ് സൈറ്റിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ തിരിച്ച് നാറ്റിനിലേക്കും അതുവഴി ഡെറാഡൂണിലേക്കും പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ദയാര ബുഗിയാലിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഉള്ള ടെമ്പറേച്ചർ കാണണമെങ്കിൽ നോക്കിയാൽ നമ്മൾ കൊണ്ടുവന്ന വെള്ളമാണ് കേട്ടോ. മുകളിൽ വന്നപ്പോഴത്തേക്ക് ഐസായി. ഇതാണ് കറൻ്റ്ലി ദയാര ബുഗിയാലിൻ്റെ ടോപ്പിലത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ കേദാർകന്തയിൽ മാത്രമല്ല, ഇവിടെ നമുക്ക് സ്ലൈഡൊക്കെ ചെയ്യാനായിട്ട് വരും. ഇവിടെ നമ്മുടെ ടീം സ്ലൈഡ് ചെയ്യാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അതേ കണ്ടില്ലേ, പോഞ്ചോ എടുത്തിട്ട് അതുവഴി സ്ലൈഡ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. അതേ കണ്ടില്ലേ, ആദ്യം ഗൈഡ് പോകുന്നുണ്ട്. देख लो कैसे जाना है. पैर ऊपर रहेंगे सबके. आगे से होल्ड करके रखना है, आगे से पकड़ना है, पैर ऊपर. एंड देन मूव. हाय जितना ज्यादा पैर ऊपर रखोगे ना उतनी ज्यादा स्पीड बढ़ेगी आप लोग की. अच्छा. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദയാര ബുഗിയാൽ സമ്മിറ്റൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. ഇനിയിപ്പോൾ നേരെ നമ്മൾ വന്ന വഴി കൂടെ നടന്നിട്ട് തിരിച്ച് ഗുയി ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. ഗുയി ക്യാമ്പ് സൈറ്റിൽ നമ്മൾ ഇന്ന് വീണ്ടും സ്റ്റേ ചെയ്യും. പോകുന്ന വഴിയിലുള്ള കുഞ്ഞു കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ദയാര ബുഗിയാൽ ആക്ച്വലി ഒരു ബിഗിനർ ടു എന്താ പറയുക, വിൻ്റർ ട്രക്കൊക്കെ ചെയ്യണം. ഓക്കെ, സ്നോഫോളൊക്കെ കാണണം, സ്ലൈഡൊക്കെ ചെയ്യണം. എന്നാൽ കേദാർകന്തയുടെ അത്രയോ അല്ലെങ്കിൽ ബ്രഹ്മതാലിൻ്റെ അത്രയോ ഒന്നും നടക്കാൻ വയ്യ, അല്ലെങ്കിൽ അത്രയൊന്നും തിരക്കിലോട്ട് പോകാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഈസി ടു മോഡറേറ്റ് ട്രക്കാണ് ഈ ഒരു ദയാര ബുഗിയാൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് 3 നൈറ്റും 4 ഡേയും കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഡെറാഡൂണിൽ നിന്നും ഈ പറയുന്ന ഉത്തരകാശിയിലുള്ള നാറ്റിലോട്ട് വലിയ ദൂരമോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 7 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് വരാനും പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ കുറഞ്ഞ സമയവും കുറഞ്ഞ എഫേർട്ടും കൊണ്ട് വന്നിട്ട് നല്ല രീതിയിൽ സ്നോഫോളും ഒക്കെ കണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ദയാര ബുഗിയാൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, കൊള്ളാം എന്തായാലും. ഞാൻ ആക്ച്വലി ഇത്തവണ വിൻ്റർ ട്രക്ക് ചെയ്യണം, സ്നോഫോളൊക്കെ കാണണമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ക്വാരി പാസ് ആയിരുന്നു. ക്വാരി പാസും പങ്കത്തിലോപ്പി കൂടെ ട്രൈ ചെയ്യണമെന്ന്. പിന്നെ ലീവിൻ്റെ കുറച്ച് പ്രശ്നം ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓക്കെ ക്വാരി പാസും പങ്കത്തിലോപ്പിക്കൊക്കെ നെക്സ്റ്റ് ടൈം ചെയ്യാം, ഇത്തവണ ഒരു ചെറിയ ട്രക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലെത്തിയത്. അങ്ങനെയാണ് ഞാൻ ദയാര ബുഗിയാലിലേക്ക് എത്തിയത്. ആൻഡ് നൗ വി ആർ ഡിസെൻഡിങ് ബാക്ക് ടു ഗുയി ക്യാമ്പ് സൈറ്റ്. ഫുള്ള് സ്നോ ആണ് കേട്ടോ. ഞാനങ്ങനെ സ്നോയിലൂടെ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴികളൊക്കെ നോക്കിക്കേ, ഫുള്ള് സ്നോ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ സ്നോഫോള് പെയ്തത് ഇവിടെ ഇങ്ങനെ നല്ല കട്ടിക്ക് കിടക്കുന്നുണ്ട്. ഒരു 3-4 അടി പൊക്കത്തിൽ എന്തായാലും സ്നോ ഉണ്ട് കേട്ടോ. പൊളി അയ്യോ.
അപ്പോൾ അതേ നമ്മൾ തിരിച്ച് ഗുയി ക്യാമ്പ് സൈറ്റിലെത്തി. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. ടെൻറ്റിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ടെൻറ്റായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും വേറൊരുത്തിനുണ്ട്. അവൻ പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് ഈ ഒരു ടെൻറ്റിൻ്റെ സംഭവം കാണിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കണ്ടില്ല, നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഇനിയിപ്പോൾ സൂപ്പൊക്കെ ഉണ്ട്. വൈകുന്നേരം നമുക്ക് അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട്, വൈകുന്നേരം ടീ സ്നാക്സ്, വൈകുന്നേരം സൂപ്പ്, രാത്രി ഡിന്നർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. ടെൻറ്റിൻ്റെ ഇത് ഒരു ഇതാണ് കേട്ടോ. ടെൻറ്റിൻ്റെ അത് ഞാൻ അടച്ചിട്ടേക്കാണ്, നല്ല തണുപ്പായതുകൊണ്ട് എൻ്റെ ഷൂസ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ് പരിപാടി. ഉറങ്ങിയിട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് നേരെ താഴെ നാറ്റിനിലേക്ക് പോവും. നാറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ ഡെറാഡൂണിലേക്ക്, ഡെറാഡൂണിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഡൽഹിയിലേക്കും പോവും. അപ്പോൾ എന്തായാലും ഇനിയിപ്പം വേറെ പരിപാടികളൊന്നുമില്ല, നേരം വെളുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ജനുവരി 21 ചൊവ്വാഴ്ച രാവിലെ 7 മണി. ഞാൻ ദേ ഉറക്കമൊക്കെ എഴുന്നേറ്റിട്ട് ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ ഗുയി ക്യാമ്പ് സൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമ്പ് സൈറ്റിനോട് വിട പറഞ്ഞിട്ട് നേരെ താഴെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകും, നാറ്റിനിലേക്ക്. അവിടെ നിന്ന് നേരെ ഡെറാഡൂണിലേക്കും. അങ്ങോട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ ഒരു സൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ അവിടെ കണ്ടില്ല, മുകളിൽ കയറി നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ കയറി കഴിഞ്ഞാൽ സൺസെറ്റും സൺറൈസൊക്കെ അത്യാവശ്യം നല്ല വ്യൂവിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മൗണ്ടൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. വേണ്ടേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. സെറ്റ്. ഇന്ന് സ്കൈ ഇച്ചിരി ക്ലിയർ ഉണ്ട്. ഇന്നലെ കുറേ ക്ലൗഡി ആയിരുന്നു. അത്രേ കണ്ടില്ലേ. അപ്പം നമ്മളത് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങാനുണ്ട്. നമ്മളതൊരു 1-1.25 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. തിരിച്ചിറങ്ങുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ സ്നോ പാച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ താഴോട്ട് പോകുമ്പോൾ സ്നോ ഒന്നും കാണത്തില്ല, നോർമൽ വഴി തന്നെയാണ്. പിന്നെ കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ എന്താ പറയുക നാറ്റിൻ ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ നടന്നെത്തി കേട്ടോ താഴോട്ട്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറച്ച് ആൾക്കാർ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ നമ്മൾ ഡെറാഡൂണിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേ നാറ്റിൻ ക്യാമ്പ് സൈറ്റ് ഇതേ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ അങ്ങ് ബാക്ക് എൻഡിൽ കാണുന്ന വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ നാറ്റിനിലെ ബേസ് ക്യാമ്പ് വരുന്നത്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ദൈര ബുഗിയാൽ ട്രക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചിതേ വന്നിരിക്കുകയാണ് കേട്ടോ.